അപ്പോൾ എല്ലാ ദൂതന്മാരും വീണ് പോയോ? നോ 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 നോ, ദൂതന്മാർ എല്ലാവരും വീണ് പോയില്ല. സ്തോത്രം. ഒരു ചെറിയൊരു ഭാഗമാണ് അത് വീണ് പോയത്. 1/3 ദൂതന്മാർ വീണ് പോയി എന്നാൽ സ്തോത്രം മിക്കവാറും പേർ പറയും ഭൂരിപക്ഷം സ്തോത്രം വീഴാത്തവരാണ്. ഈ ദൂതന്മാരെ ഭൂരിപക്ഷം വീഴാത്തവരാണ്. സോ ദൈവദാസന്മാർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ സ്തോത്രം ഒരു ഭാഗം കാണും. പക്ഷെ ഭൂരിപക്ഷം ഇന്നുമുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരാകട്ടെ, ഇതുപോലെ ഏത് ഡിപ്പാർട്ട്മെൻ്റ് എടുത്താലും ചില കള്ള നാണയങ്ങളുണ്ട്. ഇതുപോലെ ദൂതന്മാരുടെ കേസ് നോക്കുമ്പോഴും വീണുപോയ കുറച്ചെണ്ണം ഉണ്ട് എന്ന് വിചാരിച്ച് കാണുന്ന എല്ലാവരും വീണുപോയി എന്ന് പറയരുത്. ഹല്ലേലൂയ. നിൽക്കുന്നവർ ഇന്നുമുണ്ട്. വേദപുസ്തകം വീട് പോയവൻ്റെ ചരിത്രമല്ല. ആകയാൽ സാക്ഷികളെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ചില ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ അവൻ വീണു, മറ്റവൻ പൊളിഞ്ഞു, അവൻ്റെ ചർച്ച പോയി, അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്ന നെഗറ്റീവ് ടോക്സിക് പീപ്പിളുമായിട്ട് ഒരിക്കലും കണക്ട് ചെയ്യല്ല. സ്തോത്രം. നിങ്ങൾ അതെ ദൈവകൃപയിൽ നിൽക്കുന്ന വ്യക്തികളെ, കൃപയിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് പറവാനുള്ളത് അവർ ജയിച്ചു. അവർ യേശുവിനെ സ്നേഹിച്ച്, അവർ പ്രശ്നങ്ങളെ തരണം ചെയ്ത്, അവർ ഹല്ലേലൂയ, അവർ മിഷൻ സ്റ്റേഷൻ സ്ഥാപിച്ച്, അവർ ആത്മാക്കളെ നേടി, അവർ ചർച്ചസ് എസ്റ്റാബ്ലിഷ് ചെയ്തു, അവർ സഭകളെ സ്ഥാപിച്ചു, ദൈവകൃപകൾ മുന്നോട്ട് പോയി. നാറ്റ കഥ പറയുന്ന ഒരു ചേച്ചിയുടെ അടുത്തും പോകല്. കാരണം സ്തോത്രം, അതേ സുവിശേഷം നാറ്റമല്ല, സുവിശേഷം നറുമണമാണ്.